ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പുരസ്കാരങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള സാഹിത്യ പുരസ്കാരങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്ന പുരസ്കാരം വയലാർ അവാർഡാണ്. വയലാർ അവാർഡാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 2024 വയലാർ അവാർഡിന് അർഹനായത് ആരെന്ന് നോക്കാം. ആരാണ്? അശോകൻ ചരുവിലാണ്. ആരാണ്? അശോകൻ ചരുവിലാണ് 2024 വയലാർ അവാർഡിന് അർഹനായത്. അതേപോലെ തന്നെ ഓർത്തു വെക്കുക, കാട്ടൂർ കടവ്. എന്താണ്? കാട്ടൂർ കടവ് എന്ന നോവലിലൂടെയാണ് 2024 വയലാർ അവാർഡ് ആർക്ക് ലഭിക്കുന്നത്? അശോകൻ ചരുവിന് ലഭിക്കുന്നത്. ഏത് കൃതിയിലൂടെയാണെന്ന് ഓർത്തു വെക്കാം. എന്താണ്? കാട്ടൂർ കടവ് എന്ന രചനയിലൂടെയാണ്. അപ്പോൾ അതെന്താണ്? ഒരു നോവലാണ്. അപ്പോൾ PSC എങ്ങനെയും ചോദിക്കാം, 2024 വയലാർ അവാർഡ് അശോകൻ ചരുവിന് നേടിക്കൊടുത്ത നോവൽ ഏതെന്നും ചോദിക്കാം. ഉത്തരം എന്താണ്? കാട്ടൂർ കടവ് എന്നാണ്. അതേപോലെ തന്നെ 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. എന്താണ്? 2023 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? വയലാർ അവാർഡ് ലഭിച്ചു. ഇനി ഏത് കൃതിയാണ്? ജീവിതം ഒരു പെണ്ടുലം. എന്താണ്? ജീവിതം ഒരു പെണ്ടുലം എന്ന കൃതിയിലൂടെയാണ്, എന്ന രചനയിലൂടെയാണ് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്ക് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. അതേപോലെ തന്നെ 2022 ഈ ഒരു പുരസ്കാരത്തിന് ജേതാവായത് ആരാണ്? എസ് ഹരീഷ് ആണ്. ആരാണ്? എസ് ഹരീഷിനാണ് 2022 വയലാർ അവാർഡ് ലഭിച്ചത്. കൃതി ഏതാണ്? മീശ എന്ന കൃതിയിലൂടെയാണ് എന്താണ് എസ് ഹരീഷിന് 2022 വയലാർ അവാർഡ് ലഭിച്ചത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? വയലാർ അവാർഡാണ്. 2024 ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അശോകൻ ചരുവിലാണ്. കൃതി ഏതാണെന്ന് ഓർത്തു വെക്കാം, കാട്ടൂർ കടവ് എന്ന നോവലിലൂടെയാണ്. 2023 ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. എന്താണ്? കൃതി ഏതാണ്? ജീവിതം ഒരു പെണ്ടുലം എന്ന കൃതിയിലൂടെയാണ്. അതേപോലെ 2022 ലഭിച്ചത് എസ് ഹരീഷിനാണ്. മീശ എന്ന കൃതിയിലൂടെയാണ് എസ് ഹരീഷിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഇനി നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കോഡും കൂടി നമുക്ക് വയലാർ അവാർഡ് പഠിക്കുവാനായിട്ട് ഉപയോഗിക്കാം. എന്താണ്? ഹരിശ്രീ അശോകൻ. എന്താണ്? ഹരിശ്രീ അശോകൻ എന്ന കോഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഹരി എന്താണ്? ഓർത്തു വെക്കാം, 2022 ഹരി. അതേപോലെ ശ്രീ എന്താണ്? ശ്രീകുമാരൻ തമ്പി 2023 അവാർഡ് ലഭിച്ചതാണ്. അതേപോലെ അശോകൻ എന്താണ്? 2024 അപ്പോൾ ഹരിശ്രീ അശോകൻ എന്ന് ഓർത്തു വെക്കാം. ഹരി എന്താണ്? എസ് ഹരീഷ് ആണ്. ശ്രീ എന്താണ്? ശ്രീകുമാരൻ തമ്പിയാണ്. അശോകൻ എന്നുള്ളത് എന്താണ്? അശോകൻ ചരുവിലാണ്. അപ്പോൾ വർഷവും കൂടി എന്താണ്? 2022, 23, 24 എന്നിങ്ങനെ ഓർത്തു വെക്കാം. അപ്പോൾ ഈ ഒരു കോഡ് ഉപയോഗിച്ച് വയലാർ അവാർഡ് നമുക്ക് പഠിച്ചു വെക്കാം. ഇനി ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തിയത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കാം. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തിയത്. എന്താണ്? ഏറ്റവും നല്ല സൃഷ്ടിക്കുള്ള, സാഹിത്യത്തിലെ ഏറ്റവും നല്ല സൃഷ്ടിക്കുള്ള അവാർഡാണ് ഈ ഒരു അവാർഡ്. ഈ അവാർഡ് നൽകുന്നത് ആരാണ്? വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡാണ്. 1977 മുതലാണ് ഈ ഒരു അവാർഡ്, ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയത്. അതേപോലെ എല്ലാ വർഷവും ഒക്ടോബർ 27 ഈ ഒരു പുരസ്കാരം നൽകുന്നത്. ഇനി 1977 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യ പുരസ്കാരം നേടിയത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കാം. ലളിതാംബിക അന്തർജനത്തിനാണ് ആദ്യമായി ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. എന്നാണ്? 1977 ഏത് കൃതിയിലൂടെയാണെന്ന് കൂടി ഓർത്തു വെക്കാം. അഗ്നിസാക്ഷി എന്നുള്ള കൃതിയിലൂടെയാണ് ലളിതാംബിക അന്തർജനത്തിന് 1977 വയലാർ അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ വയലാർ അവാർഡുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കാം. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ്, സാഹിത്യത്തിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ്. പുരസ്കാരത്തിന്റെ പേരെന്താണ്? എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പോൾ PSC ചോദിക്കുകയാണ്, കേരള സർക്കാർ നൽകുന്ന, സാഹിത്യത്തിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അപ്പോൾ 2024 ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? NS മാധവനാണ്. ആരാണ്? NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. അതേപോലെ 2023 അർഹനായത് ആരാണെന്ന് ഓർത്തു വെക്കാം. SK വസന്തനാണ്. എന്താണ്? 2023 ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത്. 22 പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതുവിനാണ്. 22 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. പുരസ്കാരത്തിന്റെ സമ്മാന തുക 5 ലക്ഷമാണ്. എത്രയാണ്? 5 ലക്ഷമാണ്. എന്താണ്? ഈ ഒരു പുരസ്കാരം
പുരസ്കാരത്തിന്റെ സമ്മാനത്തുക. ഇനി ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയത് എന്നു മുതലാണ്? 1993 മുതലാണ്. 1993 മുതലാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തി തുടങ്ങിയത്. ആദ്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് കൂടി ഓർത്തു വെക്കാം. ശൂരനാട് കുഞ്ഞുപിള്ളയ്ക്കാണ്. ആരാണ്? ശൂരനാട് കുഞ്ഞുപിള്ളയ്ക്കാണ് എന്താണ് ആദ്യ പുരസ്കാരം, എന്താണ് 1993 ആദ്യ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ എന്താണ്? എഴുത്തച്ഛൻ പുരസ്കാരമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. സമഗ്ര സംഭാവനയ്ക്ക്, സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണിത്, എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പോൾ 2024 പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. അതേപോലെ തന്നെ 2023 പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. 22 സേതുവിനാണ് ലഭിച്ചത്. 1993 മുതലാണ് പുരസ്കാരം നൽകി തുടങ്ങിയത്. ആദ്യ പുരസ്കാരം നേടിയത് ശൂരനാട് കുഞ്ഞമ്പിള്ളയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഓടക്കുഴൽ പുരസ്കാരമാണ്. അപ്പോൾ 54ാമത് പുരസ്കാരം 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് നോക്കാം. K അരവിന്ദാക്ഷനാണ്. ആർക്കാണ്? K അരവിന്ദാക്ഷനാണ് 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഏത് നോവലിലൂടെയാണെന്ന് കൂടി ഓർത്തു വെക്കാം. എന്താണ്? ഏത് രചനയിലൂടെയാണ്? ഗോപ എന്ന നോവലിലൂടെയാണ് K അരവിന്ദാക്ഷന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ഓർത്തു വെക്കുക, ഗോപ എന്നുള്ള നോവലിലൂടെയാണ് K അരവിന്ദാക്ഷൻ എന്താണ് 54ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഓർത്തു വെക്കാം, 2023 പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന്? PN ഗോപികൃഷ്ണനാണ്. ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ് 2023 ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഏതാണ് കൃതി? കവിത മാംസഭോജിയാണ്. എന്താണ്? കവിത മാംസഭോജിയാണ് എന്ന രചനയിലൂടെയാണ് 2023 PN ഗോപികൃഷ്ണന് എന്താണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. അതേപോലെ 2022 ലഭിച്ചത് ആർക്കാണ്? അംബികാസുധൻ മാങ്ങാടിനാണ്. ആർക്കാണ്? അംബികാസുധൻ മാങ്ങാടിനാണ് എന്താണ് 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഏതാണ് കൃതി? പ്രാണവായു എന്ന രചനയിലൂടെയാണ് അംബികാസുധൻ മാങ്ങാടിന് 2022 ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. അതോടൊപ്പം ഓർത്തു വെക്കാം, ഈ ഒരു പുരസ്കാരത്തിന്റെ പ്രഥമ ജേതാവ് ആരെന്നാണ്. പ്രഥമ ജേതാവ് ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് ആദ്യ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷവും കൂടി ഓർത്തു വെക്കാം, 1969 1969 ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. അപ്പോൾ പ്രഥമ ജ്ഞാനപീഠ ജേതാവ് ആരെന്ന് നമുക്കറിയാം, G ശങ്കരക്കുറുപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനപീഠ അവാർഡിന്റെ തുക ഉപയോഗിച്ച് നിർമ്മിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഈ ഒരു പുരസ്കാരം എന്താണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മരണശേഷം 1978 മുതൽ അദ്ദേഹത്തിന്റെ മരണശേഷം ഫെബ്രുവരി 2-ാം തീയതിയാണ്, എല്ലാ വർഷവും ഫെബ്രുവരി 2-ാം തീയതിയാണ് ഈ ഒരു പുരസ്കാരം സമ്മാനിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, 2024 54ാമത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? K അരവിന്ദാക്ഷനാണ്. നോവൽ ഏതാണ്? ഗോപ എന്ന നോവലിലൂടെയാണ് ലഭിച്ചത്. അതേപോലെ 2023 പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന രചനയിലൂടെയാണ്. 2022 പുരസ്കാരം ലഭിച്ചത് അംബികാസുധൻ മാങ്ങാടിനാണ്. കൃതി ഏതാന്ന് ഓർത്തു വെക്കാം, പ്രാണവായു എന്നുള്ള രചനയിലൂടെയാണ്. അതേപോലെ 1969 മുതലാണ് പുരസ്കാരം നൽകി തുടങ്ങിയത്. പ്രഥമ ജേതാവാരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അതേപോലെ ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് ആരാന്ന് നമ്മൾ പറഞ്ഞു? പ്രഥമ ജ്ഞാനപീഠ ജേതാവായ G ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനപീഠ സമ്മാന തുകയിൽ നിന്നും നിർമ്മിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. 1978 ശേഷം അദ്ദേഹത്തിന്റെ G ശങ്കരക്കുറുപ്പിന്റെ മരണശേഷം എന്താണ് ഫെബ്രുവരി 2-ാം തീയതിയാണ് ഈ ഒരു പുരസ്കാരം എല്ലാ വർഷവും നൽകുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പുരസ്കാരമാണ്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് നോക്കുന്നത്. അപ്പോൾ 2023 പുരസ്കാരങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. എന്താണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം? 2023 ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിൽ വിശിഷ്ടാംഗത്വം നേടിയവർ ആരൊക്കെയെന്ന് ആദ്യം നമുക്ക് നോക്കാം. MR ഓർത്തു വെക്കുക, MR രാഘവ വാര്യർ, അതേപോലെ CL ജോസ് എന്നിവർക്കാണ് 2023 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം നേടിയത്. ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക, MR രാഘവ വാര്യരും അതേപോലെ CL ജോസുമാണ്. അതേപോലെ തന്നെ ഈ ഒരു പുരസ്കാരത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയെന്ന് നോക്കാം. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കൊക്കെയെന്ന് നോക്കാം. KV കുമാരൻ, PK ഗോപി, ബക്കളം ദാമോദരൻ, പ്രേമ ജയകുമാർ, M രാഘവൻ, അതേപോലെ രാജൻ തിരുവോത്ത് എന്നിവർക്കാണ് എന്താണ് 2023 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ആർക്കൊക്കെയാണ് ഒന്നുകൂടി
ഒന്നുകൂടി പറയാം. KV കുമാരൻ, PK ഗോപി, ബക്കളം ദാമോദരൻ, പ്രേമ ജയകുമാർ, M രാഘവൻ, രാജൻ തിരുവോത്ത് എന്നിവർക്കാണ്. അതേപോലെ തന്നെ ഇനി നമുക്ക് അക്കാദമി പുരസ്കാരങ്ങൾ നോക്കാം. അതിൽ നോവൽ വിഭാഗം ലഭിച്ചത് ആർക്കാണ്? ഹരിതാ സാവിത്രിക്കാണ്. ആരാണ്? ഹരിതാ സാവിത്രിക്കാണ് നോവൽ വിഭാഗം 2023 പുരസ്കാരം ലഭിച്ചത്. ഏത് രചനയിലൂടെയാണ്? സിൻ എന്ന രചനയിലൂടെയാണ്. എന്താണ്? സിൻ എന്ന നോവലിലൂടെയാണ് ഹരിതാ സാവിത്രിക്ക് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് നമ്മൾ നോക്കുന്നത് കവിതാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ്? കൽപ്പറ്റ നാരായണനാണ്. ആരാണ്? കൽപ്പറ്റ നാരായണനാണ് കവിതാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത്. ഏത് കവിതയിലൂടെയാണെന്ന് ഓർത്തു വെക്കുക. തെരഞ്ഞെടുത്ത കവിതകൾ. എന്താണ്? തെരഞ്ഞെടുത്ത കവിതകൾ എന്ന രചനയിലൂടെയാണ് കൽപ്പറ്റ നാരായണന് 2023 കവിതാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് ഇതാണ് ചെറുകഥ വിഭാഗം നേടിയത് ആരാണ്? N രാജനാണ്. N രാജനാണ് എന്താണ് ചെറുകഥാ വിഭാഗം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2023 ലഭിച്ചത്. ഏത് രചനയിലൂടെയാണ്? ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. എന്താണ്? ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നുള്ള രചനയിലൂടെയാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് നാടക വിഭാഗമാണ്. ഈ ഒരു വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ്? ഗിരീഷ് PC പാലമാണ്. ആരാണ്? ഗിരീഷ് PC പാലമാണ് ഈ ഒരു വിഭാഗത്തിൽ പുരസ്കാരം നേടിയത്. ഏത് നാടകരചനയിലൂടെയാണെന്ന് ഓർത്ത് വെക്കാം. E for Oedipus. എന്താണ്? E for Oedipus എന്ന നാടകരചനയിലൂടെയാണ് എന്താണ് ഗിരീഷ് PC പാലത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അടുത്ത നമ്മൾ നോക്കുന്ന വിഭാഗം ഇതാണ് സാഹിത്യ വിമർശനത്തിനുള്ള പുരസ്കാരം 2023 ലഭിച്ചത് P പവിത്രനാണ്. ആർക്കാണ്? P പവിത്രനാണ്. അപ്പോൾ ഏത് രചനയിലൂടെയാണെന്ന് ഓർത്തു വെക്കാം. ഭൂപടം തലതിരിക്കുമ്പോൾ എന്ന രചനയിലൂടെയാണ് സാഹിത്യ വിമർശനത്തിന് P പവിത്രന് പുരസ്കാരം ലഭിക്കുന്നത്. അതേപോലെ അടുത്തത് നമ്മൾ നോക്കുന്നത് വൈജ്ഞാനിക സാഹിത്യത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? B രാജീവനാണ് എന്താണ് വൈജ്ഞാനിക സാഹിത്യത്തിലെ പുരസ്കാരം ലഭിക്കുന്നത്. അതേപോലെ ഏത് കൃതിയാണെന്ന് ഓർത്തു വെക്കാം. ഇന്ത്യയുടെ വീണ്ടെടുക്കൽ. എന്താണ്? ഇന്ത്യയുടെ വീണ്ടെടുക്കൽ എന്ന രചനയിലൂടെയാണ് വൈജ്ഞാനിക സാഹിത്യം വിഭാഗത്തിൽ എന്താണ് 2023 B രാജീവന് പുരസ്കാരം ലഭിക്കുന്നത്. അതേപോലെ ജീവചരിത്രം ഏതാണെന്ന് ഓർത്തു വെക്കാം. ഏതാണ്? ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന രചനയ്ക്കാണ് ലഭിച്ചത്. ആർക്കാണ് ലഭിക്കുന്നത്? K വേണുവിനാണ് ജീവചരിത്രം വിഭാഗത്തിൽ 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന വിഭാഗം ഇതാണ് യാത്രാവിവരണം ആർക്കാണ് ലഭിച്ചത്? നന്ദിനി മേനോനാണ്. ആർക്കാണ്? നന്ദിനി മേനോനാണ്. ഏത് യാത്രാ വിവരണത്തിലൂടെയാണെന്ന് ഓർത്തു വെക്കാം. ആംചോ ബസ്തർ. എന്താണ്? ആംചോ ബസ്തർ എന്ന രചനയിലൂടെയാണ് നന്ദിനി മേനോന് യാത്രാ വിവരണത്തിൽ പുരസ്കാരം ലഭിക്കുന്നത്. അതേപോലെ വിവർത്തനം ആർക്കാണ് ലഭിക്കുന്നത് പുരസ്കാരം? AM ശ്രീധരനാണ് കഥാകാതികെ. എന്താണ്? കഥാകാതികെ എന്ന രചനയിലൂടെയാണ് വിവർത്തനത്തിലുള്ള പുരസ്കാരം AM ശ്രീധരന് ലഭിക്കുന്നത്. അടുത്തത് നോക്കുന്നത് ബാലസാഹിത്യം ലഭിച്ചത് ആർക്കാണ്? ഗ്രേസിക്കാണ്. ഏതാണ് രചന? പെൺകുട്ടിയും കൂട്ടരും എന്നുള്ള രചനയിലൂടെയാണ് ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചത്? ഗ്രേസിക്ക് ലഭിച്ചത്. അടുത്ത നോക്കുക ഹാസ്യ സാഹിത്യം. എന്താണ്? ഹാസ്യസാഹിത്യം ആർക്കാണ് ലഭിക്കുന്നത്? സുനീഷ് വാരനാടനാണ് എന്താണ് ഹാസ്യ സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. വാരനാടൻ കഥകൾ. അപ്പോൾ ഇത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. സുനീഷ് വാരനാട് എന്താണ് എഴുതിയിരിക്കുന്നത്? വാരനാടൻ കഥകൾ എന്ന രചനയിലൂടെ ഹാസ്യ സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ. വിശിഷ്ട അംഗത്വം നേടിയത് ആരൊക്കെയാണ്? MR രാഘവ വാര്യർ, അതേപോലെ CL ജോസ് ആണ്. അത് കഴിഞ്ഞ് നോക്കിയത് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയവരെയാണ്. ആരൊക്കെയാണ് നേടിയത്? KV കുമാരൻ, PK ഗോപി, ബക്കളം ദാമോദരൻ, പ്രേമ ജയകുമാർ, M രാഘവൻ, രാജൻ തിരുവോത്ത് എന്നിവരാണ്. അതിനുശേഷം നമ്മൾ അക്കാദമി പുരസ്കാരങ്ങളാണ് നോക്കിയത്. നോവൽ വിഭാഗം നേടിയത് ഹരിതാ സാവിത്രി, കവിതാ വിഭാഗം നേടിയത് കൽപ്പറ്റ നാരായണൻ, ചെറുകഥാ വിഭാഗം നേടിയത് N രാജൻ, അതേപോലെ നാടകം വിഭാഗത്തിൽ നേടിയത് ഗിരീഷ് PC പാലമാണ്. സാഹിത്യ വിമർശനത്തിൽ പുരസ്കാരം നേടിയത് P പവിത്രനാണ്. വൈജ്ഞാനിക സാഹിത്യത്തിൽ പുരസ്കാരം നേടിയത് B രാജീവനാണ്. ജീവചരിത്രം വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് K വേണുവാണ്. അതേപോലെ സാഹിത്യ വിവരണം നന്ദിനി മേനോന്റെ സാഹിത്യ വിവരണത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അതേപോലെ വിവർത്തനം AM ശ്രീധരന്റെ ആയിരുന്നു. ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഗ്രേസിക്കാണ്. ഹാസ്യ സാഹിത്യം ലഭിച്ചത് സുനീഷ് വാരനാടിനാണ്.
അടുത്ത നമ്മൾ നോക്കുന്നത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 ആണ്. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നോക്കാം. അതിൽ നമ്മൾ നോക്കുന്നത് നേരത്തെ നോക്കിയതുപോലെ തന്നെ വിശിഷ്ടാംഗത്വം നേടിയവർ ആരൊക്കെയെന്ന് നോക്കാം. MM ബഷീർ, അതേപോലെ N പ്രഭാകരൻ, എന്താണ് MM ബഷീർ, അതേപോലെ N പ്രഭാകരൻ എന്നിവർക്കാണ് എന്താണ് വിശിഷ്ടാംഗത്വം 2022 ലഭിച്ചത്. ഇനി നമ്മൾ നോക്കുന്നത് സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം 2022 നേടിയത് ആരൊക്കെയെന്നാണ്. ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, അതേപോലെ ഡോക്ടർ പള്ളിപ്പുറം മുരളി, ജോൺ സാമുവൽ, KP സുധീര, ഡോക്ടർ രതി സക്സേന, ഡോക്ടർ PK സുകുമാരൻ എന്നിവർക്കാണ് 2022 സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. ആർക്കൊക്കെയാണ്? ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, ഡോക്ടർ പള്ളിപ്പുറം മുരളി, ജോൺ സാമുവൽ, KP സുധീര, ഡോക്ടർ രതി സക്സേന, ഡോക്ടർ PK സുകുമാരൻ എന്നിവർക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് അക്കാദമി പുരസ്കാരങ്ങളാണ്. അപ്പോൾ 2022 കവിതാ വിഭാഗം നേടിയത് ആരെന്ന് നോക്കാം. ഓർത്തു വെക്കാം, NG ഉണ്ണികൃഷ്ണനാണ് കവിതാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത്. കടലാസു വിദ്യ എന്ന കവിതയിലൂടെയാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. അതേപോലെ നോവൽ വിഭാഗം നേടിയത് ആരാണ്? V ഷിനിലാലാണ് നോവൽ വിഭാഗം പുരസ്കാരം നേടിയത്. ഏത് രചനയിലൂടെയാണ്? സമ്പർക്ക ക്രാന്തി എന്ന രചനയിലൂടെയാണ് V ഷിനിലാലിന് നോവൽ വിഭാഗം പുരസ്കാരം നേടിയത്. അതേപോലെ ചെറുകഥ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ്? PF മാത്യൂസിനാണ് ചെറുകഥാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. മുഴക്കം എന്നുള്ള ചെറുകഥയിലൂടെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് നാടകമാണ്. ഏത് നാടകരചനയിലൂടെ ആർക്കാണ് ലഭിച്ചത്? എമിൽ മാധവിക്കാണ് കുമരു എന്ന നാടകരചനയിലൂടെയാണ് എമിൽ മാധവിക്ക് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് സാഹിത്യ വിമർശനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? S ശാരദക്കുട്ടിക്കാണ് സാഹിത്യ വിമർശനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഏത് രചനയാണെന്ന് ഓർത്തു വെക്കാം. എത്ര പ്രേരണകൾ എന്ന രചനയിലൂടെയാണ് S ശാരദക്കുട്ടിക്ക് സാഹിത്യ വിമർശനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. അടുത്തത് ഹാസ്യ സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജയന്ത് കാമിച്ചേരലിനാണ് ഹാസ്യ സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഒരു കുമരകംകാരന്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ എന്ന രചനയിലൂടെയാണ് ആർക്കാണ്? ജയന്തിന് ഹാസ്യ സാഹിത്യത്തിലുള്ള പുരസ്കാരം ലഭിച്ചത്. അതേപോലെ വൈജ്ഞാന സാഹിത്യത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? CM മുരളീധരനാണ് വൈജ്ഞാനിക സാഹിത്യത്തിലെ പുരസ്കാരം ലഭിച്ചത്. രചന ഏതാന്ന് ഓർത്തു വെക്കാം. ഭാഷാസൂത്രണം പൊരുളും വഴികളും. ഭാഷാസൂത്രണം പൊരുളും വഴികളും എന്ന രചനയിലൂടെയാണ് CM മുരളീധരന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അതേപോലെ തന്നെ വേറൊരാൾക്കും ലഭിച്ചു. K സേതുരാമന് പുരസ്കാരം ലഭിച്ചു. വൈജ്ഞാനിക സാഹിത്യത്തില് 2 പേർക്കാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്ത ആളാരാണ്? K സേതുരാമൻ IPS ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ രചന ഏതാന്ന് ഓർത്തു വെക്കാം. മലയാളി ഒരു ജനിതക വായന എന്ന രചനയിലൂടെയാണ് K സേതുരാമൻ IPSന് വൈജ്ഞാനിക സാഹിത്യത്തിൽ പുരസ്കാരം ലഭിച്ചത്. അടുത്ത വിഭാഗം ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ എന്ന വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ്? ഓർത്തു വെക്കുക, BRP ഭാസ്കരനാണ്. BRP ഭാസ്കരനാണ് ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. ഏതാണ് കൃതി എന്ന് കൂടി ഓർത്തു വെക്കാം. ന്യൂസ് റൂം എന്ന രചനയിലൂടെയാണ് BRP ഭാസ്കറിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. യാത്രാവിവരണത്തിൽ 2022 പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? C അനൂപിനാണ്. ഏതാണ് യാത്രാവിവരണം? ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം എന്ന യാത്രാവിവരണത്തിലൂടെയാണ് അനൂപിന് പുരസ്കാരം ലഭിച്ചത്. അതേപോലെ മറ്റൊരാൾക്കും ലഭിച്ചിട്ടുണ്ട്. ഹരിത സാവിത്രിക്കും യാത്രാവിവരണം പുരസ്കാരം 2022 ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് രചനയിലൂടെയാണ്? മുറിവേറ്റവരുടെ പാതകൾ എന്ന രചനയിലൂടെയാണ് ഹരിത സാവിത്രിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 യാത്രാവിവരണം വിഭാഗത്തിൽ ലഭിച്ചത്. അടുത്ത നമ്മൾ നോക്കുന്ന വിഭാഗം വിവർത്തനത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കും നോക്കാം. V രവികുമാറിനാണ്. ഏത് രചനയിലൂടെയാണ്? ബോത്ത്ലെയർ എന്ന രചനയിലൂടെയാണ് V രവികുമാറിന് വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന ഇതാണ് ബാലസാഹിത്യത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ K ശ്രീകുമാറിനാണ്. ഓർത്തു വെക്കുക, രചന ഏതാണ്? ചക്കരമാമ്പഴം എന്ന ബാലസാഹിത്യത്തിലൂടെയാണ് അദ്ദേഹത്തിന് 2022 ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇത്രയുമാണ് 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ. അപ്പോൾ 2022 2023 നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ പോയിന്റുകളും അവയുമായി ബന്ധപ്പെട്ട രചനകളും ഓർത്തു വെക്കുക.
ഇനി നമ്മൾ നോക്കുന്നത് ONV സാഹിത്യ പുരസ്കാരമാണ്. അപ്പോൾ 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരെന്ന് നോക്കാം. പ്രതിഭ റായി ആണ്. പ്രതിഭ റായി ആണ് എന്താണ് 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. അപ്പോൾ പ്രതിഭ റായി എന്താണ് ഒരു ഒഡീഷ എഴുത്തുകാരിയാണ്. ഒഡീഷ എഴുത്തുകാരിയാണ് ആരാണ്? പ്രതിഭ റായി. അപ്പോൾ ഓർത്തു വെക്കുക, കേരളത്തിലുള്ളവരെ മാത്രമല്ല ഈ ഒരു പുരസ്കാരത്തിന് വേണ്ടി പരിഗണിക്കുന്നത്. സമഗ്ര സംഭാവന, സാഹിത്യത്തിലെ മികച്ച സമഗ്ര സംഭാവന നൽകുന്ന ഇന്ത്യയിലുടനീളമുള്ള എഴുത്തുകാരെ പരിഗണിക്കുന്ന ഒരു അവാർഡാണ് ONV സാഹിത്യ പുരസ്കാരം. അപ്പോൾ 2024 പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഒഡീഷ എഴുത്തുകാരിയായ പ്രതിഭ റായിക്കാണ്. അതേപോലെ ഈ ഒരു പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? 2023 പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സി രാധാകൃഷ്ണനാണ്. സി രാധാകൃഷ്ണനാണ് 2023 പുരസ്കാരം ലഭിച്ചത്. 2024 പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായിക്കാണ്. എങ്കിൽ പ്രഥമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ഓർത്തു വെക്കുക. പ്രഥമ പുരസ്കാരം എന്താണ്? പ്രഥമ ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? സുഗതകുമാരിയാണ്. സുഗതകുമാരിയാണ്. ഏത് വർഷമാണ്? 2017 സുഗതകുമാരിക്ക് എന്താണ് പ്രഥമ പുരസ്കാരം, പ്രഥമ ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2017 പ്രഥമ ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുഗതകുമാരിക്കാണ്. 2024 പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായിക്കാണ്. 2023 പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണനാണ്. എങ്കിൽ ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണെന്ന് കൂടി ഓർത്തു വെക്കാം. 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക. പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ്? 3 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന്റെ പ്രത്യേകത ഓർത്തു വെക്കുക. ഇന്ത്യയിലുടനീളമുള്ള എഴുത്തുകാരെ പരിഗണിക്കുന്ന, സാഹിത്യ എഴുത്തുകാരെ പരിഗണിക്കുന്ന ഒരു പുരസ്കാരമാണ്. സമഗ്ര സംഭാവനയ്ക്കാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരമാണ്. എന്താണ്? OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരമാണ്. അപ്പോൾ ഈ ഒരു പുരസ്കാരം 2023 നേടിയത് ആരൊക്കെയെന്ന് നോക്കാം. അപ്പോൾ നോവൽ വിഭാഗം 2023 നോവൽ വിഭാഗം നേടിയത് ആരാണ്? വി ഷിനിലാലാണ്. വി ഷിനിലാലാണ് എന്താണ് 2023 നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത്. നോവൽ ഏതാന്ന് ഓർത്തു വെക്കുക. 124 എന്ന നോവലിനാണ് വി ഷിനിലാലിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അതേപോലെ തന്നെ കഥാവിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ്? KP രാമനുണ്ണിയാണ്. KP രാമനുണ്ണിയാണ് കഥാവിഭാഗത്തിൽ പുരസ്കാരം നേടിയത്. ഏതൊക്കെ രചനകൾക്കാണെന്ന് ഓർത്തു വെക്കുക. ഹൈന്ദവം, അതേപോലെ ശരീരദൂരം എന്നീ രചനകൾക്കാണ് KP രാമനുണ്ണിക്ക് എന്താണ് കഥാവിഭാഗത്തിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അതേപോലെ യുവകഥാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ്? ജിൻഷ ഗംഗയാണ്. ആരാണ്? ജിൻഷ ഗംഗയാണ്. ഏതാണെന്ന് ഓർത്തു വെക്കുക. രചന ഏതാണ്? തേറ്റ. തേറ്റ എന്ന രചനയ്ക്കാണ് ജിൻഷ ഗംഗയ്ക്ക് യുവകഥാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2023 എന്താ OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ പുരസ്കാരത്തെ നോവൽ വിഭാഗം നേടിയത് വി ഷിനിലാലാണ്. കഥാവിഭാഗം നേടിയത് KP രാമനുണ്ണിയാണ്. അതേപോലെ യുവകഥാ വിഭാഗം നേടിയത് ജിൻഷ ഗംഗയാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് 2022 പുരസ്കാരമാണ്. 2022 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരമാണ്. അതേപോലെ തന്നെ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ നോവൽ വിഭാഗം ആദ്യം നോക്കാം. നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ്? PF മാത്യൂസ് ആണ്. PF മാത്യൂസ് ആണ് നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത്. ഏതാണ് രചനയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? അടിയാളപ്രേതം. എന്താണ്? അടിയാളപ്രേതം എന്ന നോവലിലൂടെയാണ് PF മാത്യൂസിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അതേപോലെ കഥാവിഭാഗം ലഭിച്ചത് ആർക്കാണ്? VM ദേവദാസിനാണ്. VM ദേവദാസിനാണ് കഥാവിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. രചന ഏതാന്ന് ഓർത്തു വെക്കാം. കാടിന് നടുക്കൊരു മരം. കാടിന് നടുക്കൊരു മരം എന്ന രചനയിലൂടെയാണ് VM ദേവദാസിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അതേപോലെ തന്നെ യുവകഥാ പുരസ്കാരം നേടിയത് ആരാണ്? VN നിതിനാണ്. ആരാണ്? VN നിതിനാണ് എന്താ യുവകഥാ പുരസ്കാരം ലഭിച്ചത്. രചന ഏതാണ്? ചാച്ചൻ എന്ന രചനയിലൂടെയാണ് എന്താണ് VN നിതിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമ്മൾ നോക്കിയത് ഏത് പുരസ്കാരമാണ്? OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരമാണ്. പുരസ്കാരം ഏർപ്പെടുത്തിയത് OV വിജയൻ സ്മാരക ട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക നമുക്ക് ഓർത്തു വെക്കാം. നോവൽ വിഭാഗത്തിനും കഥാവിഭാഗത്തിനും ലഭിക്കുന്ന സമ്മാനത്തുക എത്രയാണ്? 25,000 രൂപയാണ്. 25,000 രൂപയാണ് നോവൽ വിഭാഗത്തിനും കഥാവിഭാഗത്തിനും ലഭിക്കുന്നത്. അതുപോലെ തന്നെ യുവകഥാ വിഭാഗത്തിന് ലഭിക്കുന്നത് 10,000 രൂപയാണ്. 10,000 രൂപയാണ് യുവകഥാ വിഭാഗത്തിന് ലഭിക്കുന്നത്. അപ്പോൾ 2023 പുരസ്കാരവും 2022 പുരസ്കാരവും നമ്മൾ ചർച്ച ചെയ്തു.
അടുത്തായി നമ്മൾ നോക്കുന്നത് OV വിജയൻ സാഹിത്യ പുരസ്കാരമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത് OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരമായിരുന്നു. അപ്പോൾ രണ്ട് പുരസ്കാരവും തമ്മിൽ തിരിഞ്ഞു പോകരുത്. OV വിജയൻ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ഹൈദരാബാദ് ആസ്ഥാനമാക്കിയിട്ടുള്ള നവീന സാംസ്കാരിക കലാകേന്ദ്രമാണ്. 2011 മുതലാണ് ഈ ഒരു പുരസ്കാരം നൽകി തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു പുരസ്കാരങ്ങൾ നോക്കാം. 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാരം 2024 അർഹനായത് ആരാണ്? കൂഴൂർ വിൽസൺ ആണ്. ആരാണ്? കൂഴൂർ വിൽസൺ ആണ്. എന്താണ് 2024 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാരം, OV വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. അപ്പോൾ ഏത് രചനയിലൂടെയാണെന്ന് കൂടി ഓർത്തു വെക്കാം. ഇന്ന് ഞാൻ നാളെ നീ ആൻഡപ്പൻ. എന്താണ്? ഇന്ന് ഞാൻ നാളെ നീ ആൻഡപ്പൻ എന്ന രചനയിലൂടെയാണ് കൂഴൂർ വിൽസന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അതേപോലെ 10ാമത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ഓർത്തു വെക്കാം. PF മാത്യൂസിനാണ്. ആർക്കാണ്? PF മാത്യൂസിനാണ് 10ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. രചന ഏതാണ്? ഒരു നോവലിനാണ്. മുഴക്കം എന്ന നോവലിലൂടെയാണ് PF മാത്യൂസിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അതേപോലെ ആദ്യ പുരസ്കാരം ലഭിച്ചത് 2011 പുരസ്കാരം നൽകി തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറാ ജോസഫിനാണ്. സാറാ ജോസഫിന്റെ ഏത് നോവലിലാണ്? ഊരുകാവൽ എന്ന നോവലിലൂടെയാണ് സാറാ ജോസഫിന് ആദ്യ OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2011 ലഭിച്ചതെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. OV വിജയൻ സാഹിത്യ പുരസ്കാരമാണ് നോക്കിയത്. അപ്പോൾ ഈ പുരസ്കാരം നൽകുന്നത് ആരാണ്? ഹൈദരാബാദ് ആസ്ഥാനമാക്കിയിട്ടുള്ള നവീന സാംസ്കാരിക കലാകേന്ദ്രമാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. 2011 മുതലാണ് നൽകി തുടങ്ങിയത്. 2011 ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറാ ജോസഫിനാണ്. ഊരുകാവൽ എന്ന നോവലിലൂടെയാണ് ലഭിച്ചത്. അപ്പോൾ 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാരമാണ് 2024. അത് ലഭിച്ചത് ആർക്കാണ്? കൂഴൂർ വിൽസൺ ആണ്. ഇന്ന് ഞാൻ നാളെ നീ ആൻഡപ്പൻ എന്ന രചനയിലൂടെയാണ് കൂഴൂർ വിൽസന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 10ാമത് പുരസ്കാരം നമ്മൾ പറഞ്ഞു PF മാത്യൂസിനാണ് ലഭിച്ചത്. ഏത് നോവലിലൂടെയാണ്? മുഴക്കം എന്ന നോവലിലൂടെയാണ് PF മാത്യൂസിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഇനി നമ്മൾ നോക്കുന്നത് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ വിലപ്പെട്ട രചനകളെ അടിസ്ഥാനമാക്കി നൽകുന്ന ഒരു പുരസ്കാരമാണ്. എന്താണ് പുരസ്കാരത്തിന്റെ പേര്? പത്മപ്രഭ പുരസ്കാരമാണ്. അപ്പോൾ 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരെന്ന് നോക്കാം. റഫീഖ് അഹമ്മദ് ആണ്. ആരാണ്? റഫീഖ് അഹമ്മദ് ആണ് 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത്. അതേപോലെ 2023 പുരസ്കാര ജേതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രനാണ്. എന്താണ് 2023 ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണെന്ന് കൂടി ഓർത്തു വെക്കാം. 75,000 രൂപയാണ്. 75,000 രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് പത്മപ്രഭ പുരസ്കാരമാണ്. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ വിലപ്പെട്ട സംഭാവനകളെ പരിഗണിച്ചാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ്. 2023 പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. 75,000 രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക. ഇനി നമ്മൾ നോക്കുന്ന സാഹിത്യ പുരസ്കാരം മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ്. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് നൽകുന്ന മലയാറ്റൂർ അവാർഡാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ആരാണ് ഏർപ്പെടുത്തുന്നത്? മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണിത്. അപ്പോൾ പുരസ്കാരം ഏതാണ്? മലയാറ്റൂർ പുരസ്കാരം, മലയാറ്റൂർ അവാർഡാണ്. 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് ആരാണ്? സാറാ ജോസഫ് ആണ്. 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത്. രചന ഏതാണെന്ന് കൂടി ഓർത്തു വെക്കാം. എസ്തേർ. എന്താണ്? എസ്തേർ എന്ന രചനയിലൂടെയാണ് സാറാ ജോസഫിന് 17ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത്. അതുപോലെ തന്നെ 16ാമത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ബെന്യാമിനാണ്. 16ാമത് പുരസ്കാരം ലഭിച്ചത്. രചന ഏതാണെന്ന് ഓർത്തു വെക്കുക. നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന രചനയിലൂടെ ബെന്യാമിന് 16ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചു. അതേപോലെ തന്നെ 15ാമത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സജിൽ. ഓർത്തു വെക്കുക. സജിൽ ശ്രീധരനാണ് 15ാമത് പുരസ്കാരം ലഭിച്ചത്. ഏതാണ് രചന എന്ന് ഓർത്തു വെക്കാം. വാസവദത്ത എന്ന രചനയിലൂടെയാണ് സജിൽ ശ്രീധരന് 15ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഏത് അവാർഡാണ്? മലയാറ്റൂർ അവാർഡാണ്. അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മലയാറ്റൂർ അവാർഡാണ് നമ്മൾ നോക്കിയത്. 17ാമത് അവാർഡ് ലഭിച്ചത് സാറാ ജോസഫിനാണ്. കൃതി ഏതാണ്? എസ്തേർ എന്നുള്ള കൃതിക്കാണ്. 16ാമത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ബെന്യാമിനാണ്. നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന രചനയിലൂടെയാണ്. അതേപോലെ 15ാമത് പുരസ്കാരം ലഭിച്ചത് സജിൽ ശ്രീധരനാണ്. വാസവദത്ത എന്ന രചനയിലൂടെയാണ് സജിൽ ശ്രീധരന് എന്താണ് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത്.
അടുത്ത നമ്മൾ നോക്കുന്നത് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ സാഹിത്യ പുരസ്കാരമാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ നൽകുന്ന സാഹിത്യ പുരസ്കാരം 2024 മൂന്നാമത് പുരസ്കാരമായിരുന്നു. അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? MV ജനാർദ്ദനനാണ്. ആരാണ്? MV ജനാർദ്ദനനാണ്. എന്താണ് 2024 മൂന്നാമത് സാഹിത്യ പുരസ്കാരം. എന്താണ്? മലയാറ്റൂർ ഫൗണ്ടേഷന്റെ മൂന്നാമത് സാഹിത്യ പുരസ്കാരം 2024 അർഹനായത് ആരാണ്? MV ജനാർദ്ദനനാണ്. അദ്ദേഹത്തിന്റെ രചന ഏതെന്ന് കൂടി ഓർത്തു വെക്കാം. എന്താണ്? പെരുമലയൻ എന്ന രചനയിലൂടെയാണ് MV ജനാർദ്ദനന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അതേപോലെ രണ്ടാമത്തെ പുരസ്കാരം മൂന്നാമത്തെ പുരസ്കാരമാണ് MV ജനാർദ്ദനന് ലഭിച്ചത്. രണ്ടാമത്തെ പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്ന് ഓർത്തു വെക്കാം. VJ ജെയിംസിനാണ് രണ്ടാമത്തെ പുരസ്കാരം ലഭിച്ചത്. രചന ഏതെന്ന് നോക്കാം. ആന്റി ക്ലോക്ക്. എന്താണ്? ആന്റി ക്ലോക്ക് എന്ന രചനയിലൂടെ VJ ജെയിംസിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അതേപോലെ പ്രഥമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ് പ്രഥമ പുരസ്കാരം ലഭിച്ചത്. രചന ഏതാണെന്ന് ഓർത്തു വെക്കുക. സമുദ്രശില എന്ന രചനയിലൂടെ സുഭാഷ് ചന്ദ്രനാണ് പ്രഥമ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമ്മൾ നോക്കിയത് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പുരസ്കാരമാണ്, സാഹിത്യ പുരസ്കാരമാണ്. 2024 മൂന്നാമത് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? MV ജനാർദ്ദനനാണ്. കൃതി ഏതാണ്? പെരുമലയൻ എന്ന രചനയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ പുരസ്കാരം ലഭിച്ചത് VJ ജെയിംസ് ആണ്. കൃതി ഏതാണെന്ന് ഓർത്തു വെക്കുക. ആന്റി ക്ലോക്ക് എന്ന കൃതിയാണ്. അതേപോലെ പ്രഥമ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. കൃതി ഏതായിരുന്നു? സമുദ്രശില എന്ന കൃതിയാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് നൽകുന്ന ഒരു പുരസ്കാരമാണ്. എന്താണ്? ബഷീർ അവാർഡ്. അപ്പോൾ 17ാമത് ബഷീർ അവാർഡിന് അർഹനായത് ആരെന്ന് നോക്കാം. PN ഗോപികൃഷ്ണനാണ് 17ാമത് ബഷീർ അവാർഡിന് അർഹനായത്. ഏതാണ് രചന എന്ന് ഓർത്തു വെക്കാം. കവിതാ മാംസഭോജിയാണ് എന്ന രചനയിലൂടെയാണ് എന്താണ് PN ഗോപികൃഷ്ണന് 17ാമത് ബഷീർ അവാർഡ് ലഭിച്ചത്. അതേപോലെ 16ാമത് പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? സന്തോഷ് കുമാറിനാണ് 16ാമത് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ രചന ഏതാണെന്ന് ഓർത്തു വെക്കാം. നാരകങ്ങളുടെ ഉപമ. എന്താണ്? നാരകങ്ങളുടെ ഉപമ എന്നുള്ള രചനയിലൂടെയാണ് 16ാമത് പുരസ്കാരം സന്തോഷ് കുമാറിന് ലഭിച്ചത്. 15ാമത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? M മുകുന്ദനാണ്. എന്താണ്? 15ാമത് ബഷീർ അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഈ ഒരു പുരസ്കാരം നേടിക്കൊടുത്ത രചന ഏതാണ്? നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന രചനയിലൂടെയാണ് M മുകുന്ദന് 15ാമത് ബഷീർ അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണെന്ന് കൂടി ഓർത്തു വെക്കുക. 50,000 രൂപയാണ്. 50,000 രൂപയാണ് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? ബഷീർ അവാർഡാണ്. 17ാമത് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ്. കവിതാ മാംസഭോജിയാണ് എന്ന രചനയിലൂടെ. 16ാമത് പുരസ്കാരം ലഭിച്ചത് സന്തോഷ് കുമാറിനാണ്. നാരകങ്ങളുടെ ഉപമ എന്ന രചനയിലൂടെയാണ് സന്തോഷ് കുമാറിന് പുരസ്കാരം ലഭിച്ചത്. 15ാമത് പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനാണ്. ഏതാണ് രചന? നൃത്തം ചെയ്യുന്ന കുടകൾ എന്നാണ് രചന. ഇനി നമ്മൾ നോക്കുന്നത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരമാണ്. അപ്പോൾ 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സന്തോഷ് കുമാറാണ്. 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. ഏത് രചനയിലൂടെയാണെന്ന് കൂടി ഓർത്തു വെക്കാം. തപോമയിയുടെ അച്ഛൻ. എന്താണ്? തപോമയിയുടെ അച്ഛൻ എന്നുള്ള രചനയിലൂടെയാണ് സന്തോഷ് കുമാറിന് 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അതേപോലെ 2023 പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറാ ജോസഫിനാണ്. 2023 പുരസ്കാരം ലഭിച്ചത്. രചന ഏതാന്ന് ഓർത്തു വെക്കുക. കറ എന്ന രചനയിലൂടെയാണ് സാറാ ജോസഫിന് 2023 പുരസ്കാരം ലഭിച്ചത്. 2022 പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? K വേണുവിനാണ്. K വേണുവിന്റെ ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന രചനയിലൂടെ K വേണുവിനാണ് എന്താണ് 2022 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമ്മൾ നോക്കിയത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരമായിരുന്നു. 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സന്തോഷ് കുമാറാണ്. രചന ഏതാണ്? തപോമയിയുടെ അച്ഛൻ എന്ന രചനയാണ്. അതേപോലെ 2023 പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ്. രചന ഏതാണ്? കറ എന്നതാണ്. അതേപോലെ 2022 പുരസ്കാരം ലഭിച്ചത് K വേണുവിനാണ്. ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന രചനയിലൂടെയാണ് K വേണുവിന് 2022 ഈ ഒരു പുരസ്കാരം ലഭിച്ചത്.
ഇനി നമ്മൾ നോക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരമാണ്. 2025 മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ഏത് രചനയെന്നാണ്. ഓർത്തുവെക്കാം, മരിയ ജസ്റ്റ് മരിയ എന്നാണ്. മരിയ ജസ്റ്റ് മരിയ എന്ന ബുക്കിനാണ് 2025 മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഈ ഒരു രചന എന്താണ്? മറിയ വെറും മരിയ എന്നാണ്. മറിയ വെറും മരിയ എന്ന രീതിയിൽ എന്ന പേരിൽ നിന്നാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി. അപ്പോൾ മരിയ ജസ്റ്റ് മരിയ എന്നുള്ള ഈ ഒരു ബുക്കിന്റെ മലയാളത്തിൽ വിവർത്തനം ചെയ്തത് ഏതാണ്? മരിയ വെറും മരിയ എന്ന പേരിലാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയത്, മരിയ ജസ്റ്റ് മരിയ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? സന്ധ്യ മേരിയാണ്. ആരാണ്? സന്ധ്യ മേരിയാണ് മരിയ ജസ്റ്റ് മരിയ എന്ന ബുക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത, മരിയ വെറും മരിയ എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഈ ഒരു ബുക്ക് എഴുതിയത് ആരാണ്? സന്ധ്യ മേരിയാണ്. അപ്പോൾ ഈ ബുക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ജയശ്രീ കളത്തിലാണ്. ജയശ്രീ കളത്തിലാണ് ഈ ഒരു ബുക്ക് വിവർത്തനം ചെയ്തത്. അപ്പോൾ ഓർത്തു വെക്കുക, 2025 മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച രചന ഏതാണ്? മരിയ ജസ്റ്റ് മരിയ എന്നുള്ള രചനയാണ്. ഇത് എഴുതിയതാരാണ്? സന്ധ്യ മേരിയാണ്. അപ്പോൾ മലയാളത്തിലേക്ക് മരിയ വെറും മരിയ എന്ന പേരിലാണ് വിവർത്തനം ചെയ്തത്. പുസ്തകം വിവർത്തനം ചെയ്തതാരാണ്? ജയശ്രീ കളത്തിലാണ്. ഇനി നമ്മൾ നോക്കുന്ന പുരസ്കാരം കേരള ബാലസാഹിത്യ പുരസ്കാരമാണ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന പുരസ്കാരമാണിത്. കേരള ബാലസാഹിത്യ പുരസ്കാരം. അപ്പോൾ 2023 ഈ ഒരു പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ്. CG ശാന്തകുമാർ. സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉല്ലല ബാബുവിനാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അതേപോലെ ഈ ഒരു പുരസ്കാരത്തിൽ കഥാ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KV മോഹൻകുമാറിനാണ്. അപ്പോൾ രചന ഏതാന്ന് ഓർത്തു വെക്കാം. ഉണ്ടക്കണ്ണന്റെ കാഴ്ചകൾ. ഉണ്ടക്കണ്ണന്റെ കാഴ്ചകൾ എന്ന രചനയ്ക്കാണ് KV മോഹൻകുമാറിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അടുത്തത് നമ്മൾ നോക്കുന്നത് കവിതാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ദിവാകരൻ വിഷ്ണുമംഗലത്തിനാണ് കവിതാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. വെള്ള ബലൂൺ എന്ന രചനയിലൂടെയാണ് ദിവാകരൻ വിഷ്ണുമംഗലത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അടുത്ത നമ്മൾ നോക്കുന്നത് ശാസ്ത്ര വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് നോക്കാം. സാഗ ജെയിംസിനാണ്. ശാസ്ത്രമധുരം എന്ന രചനയിലൂടെയാണ് സാഗ ജെയിംസിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഇനി നോക്കുന്നത് ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ്. സെബാസ്റ്റ്യൻ പള്ളിത്തോടിനാണ് ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. രചന ഏതാന്ന് ഓർത്തു വെക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ ഉമ്മിണി വലിയ ഒരാൾ. വൈക്കം മുഹമ്മദ് ബഷീർ ഉമ്മിണി വലിയ ഒരാൾ എന്ന രചനയ്ക്കാണ് സെബാസ്റ്റ്യൻ പള്ളിത്തോടിന് ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. അടുത്ത നമ്മൾ നോക്കുന്നത് വിവർത്തനം അല്ലെങ്കിൽ പുനരാഖ്യാനം വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടിക്കാണ്. രാവണൻ എന്ന രചനയിലൂടെയാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. അതേപോലെ നാടക വിഭാഗത്തിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാബു കോട്ടുകലിനാണ്. ഏത് നാടക രചനയിലൂടെയാണ്? പക്ഷിപ്പാടം എന്ന രചനയിലൂടെയാണ് ബാബു കോട്ടുകലിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് കേരള ബാലസാഹിത്യ പുരസ്കാരമാണ്. അപ്പോൾ 2023 ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ എന്നാണ് നമ്മൾ നോക്കിയത്. ആദ്യം നമ്മൾ നോക്കിയത് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമായിരുന്നു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഉല്ലല ബാബുവിനാണ്. അതേപോലെ തന്നെ കഥ അല്ലെങ്കിൽ നോവൽ വിഭാഗം പുരസ്കാരം ലഭിച്ചത് KV മോഹൻകുമാറിനാണ്. കവിതാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ദിവാകരൻ വിഷ്ണുമംഗലത്തിനാണ്. അതേപോലെ തന്നെ ശാസ്ത്ര വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് സാഗ ജെയിംസിനാണ്. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് സെബാസ്റ്റ്യൻ പള്ളിത്തോടാണ്. അതേപോലെ വിവർത്തനം അല്ലെങ്കിൽ പുനരാഖ്യാനം വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടിയാണ്. നാടക വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് സാബു കോട്ടുകലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് സാഹിത്യ പുരസ്കാരങ്ങൾ വിഭാഗത്തിൽ കേരള സാഹിത്യ പുരസ്കാരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതേപോലെ തന്നെ കേന്ദ്ര സാഹിത്യ പുരസ്കാരങ്ങളും അന്താരാഷ്ട്ര സാഹിത്യ പുരസ്കാരങ്ങളും നമുക്ക് ഉടൻ തന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.